മഴ തോരും മുൻപ് എന്ന സീരിയലിൻ്റെ 80ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഡോക്ടർ ബാലചന്ദ്രനോട് പറയുകയാണ്, ഞാൻ അലീന സാറിൻ്റെ മകളാണെന്നാണ് വിചാരിച്ചത്. ഇക്കാര്യം പറഞ്ഞ് ഞാൻ സാറിനോട് 1-2 വട്ടം സംസാരിച്ചു അല്ലേ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവള് നിങ്ങളുടെ സർവൻ്റാണെന്ന്. പക്ഷേ എനിക്ക് അതിശയം അതല്ല, സ്വന്തം മോളെ പോലെയാണ് സാർ ഇവളെ പരിചരിച്ചത്. സാർ മാത്രമല്ല, സാറിൻ്റെ റിലേറ്റീവ്സും. ഇതെല്ലാം കേട്ടിട്ട് മറുപടിയായി ബാലചന്ദ്രൻ, അലീന ഞങ്ങളെ എല്ലാവരെയും അങ്ങനെയാണ് കാണുന്നത്. ഈ ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയാറില്ലേ, അത്രേ ഉള്ളൂ. ഇത് കേട്ട ഡോക്ടർ, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, എന്തായാലും കീപ്പ് ഇറ്റ് അപ്പ്, എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അലീനയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിച്ച ഡോക്ടറും അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഞാൻ ബില്ല് പേ ചെയ്ത് വരാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോൾ അലീന, സാറേ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് പണം എടുത്ത് നീട്ടുന്നു. അതിന് നിൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് പൈസ? അത് രേവതിക്കുട്ടി വന്നപ്പോൾ തന്നതാണെന്ന് അലീന പറയുന്നു. ഇത്രയും അധികം പണം കണ്ട ബാലചന്ദ്രൻ, ഇതെവിടെ നിന്നാണ് ഇത്രയും പണം? മാമച്ചനങ്ങളും ഗ്രേസി ആൻറ്റിയും കൂടെ വന്നപ്പോൾ അവർ തന്നതാണെന്ന് അലീന പറയുന്നു. അങ്ങനെ അവർ പൈസ തന്നത് അവർക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്തായാലും ഇവിടുത്തെ ബില്ലടയ്ക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ പുറത്തൊരിടത്ത് വെച്ച് രോഹിത്തും ഹരിശങ്കറും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അങ്ങോട്ടേക്ക് വന്ന രോഹിത്ത് ഹരിശങ്കറിനെ കണ്ടയുടൻ തന്നെ മുഖത്ത് മൊത്തത്തിൽ നോക്കിയിട്ട് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ മനുവേട്ടൻ എന്നെ തല്ലിയെന്ന്, അപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഹരിശങ്കർ രോഹിത്തിനോട് പറയുകയാണ്, ആ അലീന എല്ലാം മനുവേട്ടനോട് പറഞ്ഞു കൊടുത്തു, പോലീസിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവൾ ഏട്ടനെ അറിയിച്ചു. ഇത് കേട്ടിയുടൻ തന്നെ രോഹിത്ത്, അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും അറിഞ്ഞു കാണുമോ? അവളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ഞാനിനി എങ്ങനെ മനുവേട്ടൻ്റെ മുഖത്ത് നോക്കുമെന്ന് രോഹിത്ത് ചോദിക്കുന്നു. മാത്രമല്ല എന്നെ അടിക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് അമ്മ വന്നുവെന്നും അങ്ങനെ അമ്മ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞുവെന്നും പറയുമ്പോൾ രോഹിത്ത് പേടിയോടെ ചോദിക്കുന്നു, ഇനി ഇത് ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും? ഇല്ലടാ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ അത്രയ്ക്കും കരഞ്ഞെ കാല് പിടിച്ച് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ആരോടും പറയരുതെന്ന്. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന രോഹിത്ത്, എന്നാലും ഈ മനുവേട്ടൻ ഇതെന്താ? മനുവേട്ടനും അലീനയും തമ്മിൽ ശരിക്കും എന്താണുള്ളത്? ഇത് കേട്ട ഹരിശങ്കർ, അവർ തമ്മിൽ എന്തോ ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് മനുവേട്ടന് ഇതെല്ലാം കേട്ടിട്ട് ഇത്രയ്ക്കും ദേഷ്യം വന്നത്. ഇതെല്ലാം കേട്ടിട്ട് രോഹിത്ത് ഹരിശങ്കറിനോടായി പറയുന്നു, എന്നാലും എങ്ങാണ്ട് കിടന്നൊരുത്തിക്ക് വേണ്ടി സ്വന്തം അനിയനെ ഇത്രയ്ക്കൊക്കെ അടിക്കേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞിട്ടുണ്ട കാര്യം, അവളാണിപ്പോൾ മനുവേട്ടന് ഏറ്റവും വലുത്. ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് അലീനയെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ബാലചന്ദ്രൻ. ഇപ്പോൾ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞു, ഇനി ഇവിടെ മാഡത്തിൻ്റെ കീഴിൽ എന്താ ടെൻഷനുണ്ടോ എന്ന് അലീനയോട് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞയച്ചാലും താൻ പോകാൻ തയ്യാറാണെന്നും അതുകൊണ്ട് തന്നെ ടെൻഷനൊന്നുമില്ല എന്നും അലീന പറയുന്നു. അലീനയെ ചികിത്സിച്ച ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞാലൊന്നും മാഡം കേൾക്കില്ല, അതിന് സാറ് തന്നെ പറയണമെന്ന് പറയുന്നു. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്ന് കതവ് തുറക്കുന്ന വൈജയന്തി കാണുന്നത് ബാലചന്ദ്രനെയും അലീനയുമാണ്. ബാലചന്ദ്രൻ ഇവിടെ കാറിൽ കയറ്റിയാണോ കൊണ്ടുവന്നത്? ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടാൽ പോരായിരുന്നോ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വൈജയന്തി അവിടെ നിന്ന് പോകുന്നു. അലീനയുടെ ബാഗുമായി വൈജയന്തിയുടെ മകൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ അലീനയും മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുന്നു. അലീനയെ കണ്ടയുടൻ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് മുത്തശ്ശി. മോളെ, നിന്നെ കാണാതെ ഞാൻ എത്ര വിഷമിച്ചെന്നറിയുമോ? നിനക്ക് എല്ലാം സുഖമായോ മോളെ എന്ന് ചോദിക്കുമ്പോൾ, ആയിന്നേ, അതുകൊണ്ടല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ മുത്തശ്ശി അലീനയോടെ, മോളെ, ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയുമോ? മാത്രമല്ല അമ്പലത്തിൽ ഞാനൊരു വഴിപാട് നേർന്നിട്ടുണ്ട്. ഇപ്പോൾ മുത്തശ്ശി കൃഷ്ണമോളോട് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ അലീനയ്ക്ക് കൊടുക്ക്, ആശുപത്രിയിൽ നിന്ന് വരുമല്ലേ. അപ്പോൾ അലീന അവരോടായി, ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശി, എല്ലാവരും എന്നെ നല്ലപോലെ നോക്കി. 3 ദിവസം മനുവേട്ടനുണ്ടായിരുന്നു, 2 ദിവസം കൃഷ്ണമോള് എനിക്ക് ഫ്രൈഡ് റൈസും ബിരിയാണിയും മസാല ദോശയും എല്ലാം വാങ്ങി തന്നു. പിന്നൊരു ദിവസം രേവതിക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. പിന്നെ മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ വരാൻ പറ്റാഞ്ഞത്. മാത്രമല്ല മുത്തശ്ശിയെ നോക്കാൻ ഇവിടെ ആരുണ്ടെന്നോർത്തൊരു വിഷമം മാത്രമേ എനിക്കുള്ളായിരുന്നു എന്നും അലീന പറയുന്നു. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇനി മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ടുടൻ തന്നെ മുത്തശ്ശി, അതെന്തായാലും വേണ്ട, ആശുപത്രിയിൽ നിന്ന് വന്നാലേ ഉള്ളൂ, റെസ്റ്റ് എടുക്കുക കുറച്ച് ദിവസം. അടുത്ത് നിന്ന കൃഷ്ണമോൾ ഇപ്പം പറയുകയാണ്, ചേച്ചി ഇവിടെ ഉള്ളതും ഇല്ലാത്തതും രണ്ടും അറിയാനായിട്ടുണ്ട്. ചേച്ചി ഇവിടെ ഇല്ലാഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വൈജയന്തി എന്നാലും നിന്നെ ദ്രോഹിക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ പണി പറഞ്ഞെന്നിരിക്കും, പക്ഷേ അങ്ങനെയൊന്നും നീ ചെയ്യാൻ പോകരുത് കേട്ടോ, നിന്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കണമെന്ന് മുത്തശ്ശി അലീനയോട് പറയുന്നു. ഇത്രയും ദിവസം എന്നോട് സംസാരിക്കാൻ ആരുമില്ലായിരുന്നു, നീ ഇവിടെ ഇരിക്കുക, എന്നിട്ട് എന്നോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമെന്ന് പറഞ്ഞ് അലീനെ അവിടെ പിടിച്ചിരുത്തുകയാണ് മുത്തശ്ശി. നിനക്ക് മരുന്നൊന്നും ഇല്ലേ മോളെ? ഇത് കേട്ട അലീന, ഉണ്ട് മുത്തശ്ശി, എന്നാൽ ഞാൻ എല്ലാം ഒന്ന് എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കൃഷ്ണമോളുടെ അടുത്തിരിക്കുകയാണ് അലീന.
അപ്പോൾ തന്നെ വൈജയന്തി അലീനയെ വിളിക്കുകയാണ്. എന്താണ് നീ വന്ന് ഇത്രയും നേരമായിട്ടും അടുക്കളയിൽ കയറാത്തത്? ഇത്രയും ദിവസം ആശുപത്രിയിൽ പോയി റെസ്റ്റ് എടുത്തതല്ലേ, അത് പോരെയെന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ബാലചന്ദ്രൻ, അലീനയ്ക്ക് 2 ആഴ്ചത്തെ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്ന വൈജയന്തി, ഇപ്പോൾ ഡോക്ടർ വന്ന് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുമോ? വിവരക്കേട് പറയല്ലടി എന്ന് പറയുമ്പോൾ, ഇവൾക്ക് കൂടി വെച്ച് വിളമ്പി കൊടുക്കേണ്ട ആവശ്യം തൽക്കാലം എനിക്കില്ല. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ, നിന്റെ മക്കൾക്ക് ഒരു വയ്യാഴിക വന്നാൽ നീ അത് ചെയ്യില്ലേ? ഇത് കേട്ട അലീന, എന്നാൽ എന്നെയും മോളായിട്ട് വിചാരിച്ചോ എന്ന് പറയുന്നു. വെറും 2 ആഴ്ചത്തേക്ക് മതി. ഇത് കേൾക്കുന്ന വൈജയന്തി ദേഷ്യത്തോടെ അലീനയെ ആട്ടി ഓടിക്കുന്നു. വൈജയന്തിയുടെ മൂർച്ചയുള്ള വാക്കുകൾ കേട്ട അലീന, കഷ്ടമുണ്ട് കേട്ടോ, നിനക്ക് പറയാൻ എങ്ങനെയാണ് തോന്നുന്നത്? ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യാനും ന്യായീകരിക്കാനും ആരുമില്ല. വെറുമൊരു അടുക്കളക്കാരിയായ ഇവളെ സപ്പോർട്ട് ചെയ്യാനും താങ്ങാനും ഈ വീട് മൊത്തം ആൾക്കാർ. ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് വൈജയന്തി അവിടെ നിന്ന് പോകുന്നു. വൈജയന്തി പറഞ്ഞ കുത്തുവാക്കുകളെല്ലാം കേട്ട് വിഷമിച്ച് അലീന അങ്ങനെ വീടിന്റെ മുറ്റത്തേക്ക് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് അതാ റിങ്കു അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. തൻ്റെ ജീവൻ രക്ഷിച്ച നായി എന്നുള്ള നിലയ്ക്ക് അതിനോടുള്ള സ്നേഹസൂചകമായി അലീന അതീവ സന്തോഷത്തിലാണ്. റിങ്കുവിനെ കണ്ട ഉടൻ തന്നെ ഡാ മോനെ എന്ന് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നീ എങ്ങനെ അറിഞ്ഞു ഞാൻ വന്നുവെന്ന്? അവനോട് ഓരോ വിശേഷങ്ങൾ പങ്കുവെച്ച് അവനെ ചേർത്ത് നിർത്തുകയാണ് അലീന. അതിനുശേഷം വീട്ടിൽ നിൽക്കുമ്പോൾ തൻ്റെ എതിരെ വരുന്ന രോഹിത്തിനോട് അലീന ചോദിക്കുകയാണ്, എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, എന്തി എൻ്റെ ഫോൺ? അതിനൊന്നും പക്ഷേ മറുപടി പറയാൻ രോഹിത്ത് തയ്യാറാവുന്നില്ല. മാത്രമല്ല, ഇനിയൊരു അവസരം ഇങ്ങനെ വീണ് കിട്ടുകയാണെങ്കിൽ നിന്നെ വെറുതെ വിടില്ല എന്നും ഇനിയോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞ് അലീന മുത്തശ്ശിയുടെ മുറിയിലെത്തി മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, മുത്തശ്ശിയുടെ ഫോൺ ഒന്ന് എനിക്ക് തരുമോ? അലീന അങ്ങനെ രവതിക്കുട്ടിയെ വിളിക്കുകയാണ്. നീ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് രവതിയോട് ചോദിക്കുമ്പോൾ, അടുക്കളയിൽ ചെറിയ പണികളിലാണെന്നും ഇപ്പോൾ തന്നെ അതെല്ലാം തീരുമെന്നും പറയുന്നു. മാത്രമല്ല, ചേച്ചിക്ക് സുഖമല്ലേ എന്നും അവൾ തിരക്കുന്നുണ്ട്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളായി സംസാരിക്കുകയാണ്. ഈ സമയം രേവതി ഹരിശങ്കറിനെയും രോഹിതിനെയും പറ്റി അലീനയോട് ചോദിക്കുന്നു. അവരാരെങ്കിലും അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നും അവരെ ആരെങ്കിലും കാണാനിടയായോ എന്നും തിരക്കുന്നു. മാത്രമല്ല, രോഹിതിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം എങ്ങനെയാണ്? പണ്ടത്തെ പോലെ തന്നെയാണോ അതോ ഒന്ന് മയപ്പെട്ടോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന, അതിനൊന്നും ഒരു മാറ്റമില്ല, അവൻ എന്നോട് ഇപ്പോഴും ഭയങ്കര ദേഷ്യമാണ്. ഇത് കേട്ട രേവതി, ചേച്ചി അതിനർത്ഥം അയാൾക്ക് ഒരു മനസാക്ഷിക്കുത്തുമില്ലെന്നല്ലേ? കുറച്ച് മുമ്പായി കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ചോദിച്ചെന്നും പക്ഷേ അതെവിടെയാണെന്ന് പറയില്ലെന്നുമാണ് പറഞ്ഞത്. ചേച്ചി എന്തിനാണ് ഇതെല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നത്? ചേച്ചിക്ക് അവിടെ നിന്ന് പോകുന്നൂടെ? എന്തായാലും ഒരാഴ്ച കൂടി ഞാൻ നോക്കാം, അതിനുശേഷം എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് അലീന പറയുന്നു. ചേച്ചി എന്തായാലും ബാലചന്ദ്രൻ സാർ അവിടെ ഊണ് കഴിക്കാൻ വരുന്ന സമയം നോക്കി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് രേവതി പറയുന്നു. ഈ മറ്റേയാളും കൂടി ചേച്ചീനെ മയക്കുമരുന്ന് കുടിപ്പിച്ച് ബോധം കെടുത്താൻ ശ്രമിച്ചതും ചേച്ചി മയങ്ങി വീഴുന്നത് കണ്ടയുടൻ തന്നെ ചേച്ചിയെ അവർ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും ഇതെല്ലാം കാരണം ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ ചേച്ചി കത്രികയെടുത്ത് സ്വയം വയറ്റിൽ കുത്തിയതും അങ്ങനെ എല്ലാം പറയാനായി രേവതി അലീനയോട് പറയുന്നു. ബാലേന്ദ്രൻ സാറ് ഭയങ്കര ദേഷ്യക്കാരനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഇത് പറഞ്ഞാൽ ശരിയാവില്ല. മാത്രമല്ല, രോഹിത് അല്ലല്ലോ, ഹരിശങ്കർ അല്ലേ അവൻ ഇതിൽ പെടുത്തിയത്. ഇതൊക്കെ ചേച്ചി എന്തിനാണ് ഇത്രയ്ക്കും ആലോചിക്കുന്നത്? വെറുതെ അല്ലല്ലോ, തെമ്മാടിത്തരം കാണിച്ചിട്ടല്ലേ. 2 അടി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ചേച്ചി എന്തായാലും സാറിനോട് ഇതെല്ലാം പറയുക തന്നെ വേണം. കാരണം എന്തെങ്കിലും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ വേണ്ടിയില്ല. പക്ഷേ അവർക്ക് അങ്ങനെയല്ലല്ലോ. ഇനി എന്തായാലും അവൻ്റെ ഒരു കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കേണ്ട. ആ തള്ളയോട്, അവൻ്റെ അമ്മയോട് തന്നെ എല്ലാം പറയണം. പൊന്നുമോൻ്റെ സ്വഭാവത്തെപ്പറ്റി അമ്മ തന്നെ അറിഞ്ഞിരിക്കട്ടെ. എന്തായാലും ഇപ്പം തന്നെ മുത്തശ്ശിയുടെ ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ പോവുകയാണ്. മാത്രമല്ല, ഞാൻ അവൻ എന്തായാലും ഒരു ഡെഡ് ലൈൻ കൊടുക്കും. ഇത്രയും നാള് എൻ്റെ അനിയനാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവനോട് ക്ഷമിച്ചത്. പക്ഷേ ഇനി അതുണ്ടാകില്ല. സംസാരിച്ചിട്ട് രേവതിയോടായി അവസാനം പറയുന്നു, മോളെ നീ എന്തായാലും ഫോൺ വെച്ചോ, എനിക്ക് വല്ലാണ്ട് വിഷമം വരുന്നു, ഞാൻ പിന്നീട് വിളിക്കാം. അപ്പോൾ ഉറപ്പായും വിളിക്കണേ ചേച്ചി എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതോടുകൂടി 80ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.